എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓരോ കമൻസ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ ദേവീനെ. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കിട്ടിയവരുടെ കമൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതേപോലെ ഇന്നലെ ഒരു ഞാൻ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിലവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് വരുമെന്ന്. അത് വലിച്ചു നീട്ടുന്ന കാര്യമല്ല കേട്ടോ. പറയുമ്പോൾ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, സബ്സ്ക്രൈബേഴ്സ് ഓരോ വീഡിയോസിനും ഉണ്ട്. അപ്പോൾ ആ പുതിയ ആൾക്ക് ചിലപ്പം നമ്മൾ എന്താ പറയുക, ഒരു അവസാനത്തെ അല്ലെങ്കിൽ ഒരു പകുതി ഭാഗം കേട്ടുകൊണ്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം മുതൽക്ക് എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നത്. അതാണ് അതിൻ്റെ ശരിയായ കാര്യം കേട്ടോ. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നതൊന്നും അല്ല. എല്ലാം പൂർണ്ണമായി എല്ലാം പറഞ്ഞു എന്ന് എനിക്ക് ബോധ്യമുള്ള സമയത്താണ് അങ്ങനെയാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്യുക. അല്ലാതെ പർപ്പസ്ഫുള്ളി ഡ്രാഗ് ചെയ്ത് ഇതാക്കുന്നതൊന്നും അല്ല. എന്തോ എനിക്കൊരു കമൻറ്റ് അത്ര അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഞാൻ ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. വന്നിട്ട് ഈ ഒരു വീഡിയോ കാണണം, നിങ്ങളിങ്ങനെ ചൊല്ലണം, അങ്ങനെയൊന്നുമില്ല. അവർക്ക് ദേവിയോടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ മന്ത്രം ജപിക്കണമെങ്കിൽ മന്ത്രം ജപിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയുന്ന ആവശ്യമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എൻ്റെ ചാനലിൽ വന്നിട്ട് ഡ്രാഗ് ചെയ്യണ്ട, അങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളാരും ഞാൻ ക്ഷണിച്ചിട്ടില്ല. ഇങ്ങനെ മോശം കമൻ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. മോശം കമൻ്റ് ഇടുന്ന വ്യക്തിക്ക് ഈ ചാനലിനോടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയോടോ താല്പര്യം ഉണ്ടാവില്ല. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. സോ അങ്ങനെയുള്ളവർ കഴിയുന്നതും ആ കമൻ്റ് ഇടുന്ന സമയം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പോയി നോക്കുക അല്ലെങ്കിൽ ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. കാര്യം ഈ ഒരു ചാനൽ വളരാൻ തന്നെ കാര്യം ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. സത്യം, പല്ലി ചലിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പറയുമല്ലോ, അത് സത്യമാണ്. അപ്പോൾ അത് വാസ്തവമായുള്ള കാര്യമാണ്. അങ്ങനെ കുറച്ച് പേരുണ്ട് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയം. ദേവിയുടെ അനുഗ്രഹവും. ഈ ഒരു ചാനൽ തുടങ്ങണമെന്നൊരു പർപ്പസ്ഫുള്ളി വിചാരിച്ചിട്ടൊന്നും അല്ല ശരിക്കും തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സർജറി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ചെറിയ എന്താ പറയുക, ആവറേജ് അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. അപ്പം നമുക്ക് എന്താ പറയുക, താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. പണമുള്ളവർക്ക് എന്തോ ആവാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ വയസ്സിൽ സർജറി എന്ന് പറയുമ്പോൾ ഒരു പിതാക്കൾക്കും അവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല, ഒരാൾക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് എന്നെ താങ്ങും തണലുമായി എൻ്റെ കൂടെ നിന്ന എൻ്റെ പാരൻസും എൻ്റെ ഹസ്ബൻഡും, അതിനൊക്കെ ഹസ്ബൻഡിൻ്റെ പാരൻസും, അതുപോലെ എൻ്റെ വാരാഹ്യമ്മ, എന്നെ എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ ഒരു സ്റ്റേജ് എനിക്ക് ആലോചിക്കുമ്പോൾ പോലും ഭയങ്കര വിഷമമാണ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയും വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ താങ്ങി പിടിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു താങ്ങായി തണലായി നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ദേവി, ആ ഒരു ദേവിയുടെ ശക്തി കൊണ്ടാണ് ഞാൻ ഇന്നും ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. പല രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ ഞാനും കടന്നു പോകുന്നുണ്ട്. ഇപ്പോഴും അതെ, എന്തെങ്കിലും ആയിട്ടൊക്കെ നമ്മൾ എത്തിച്ചേരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഓരോ ദിവസവും ദേവിയുടെ ആ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നീങ്ങിപ്പോകുന്നത് കേട്ടോ. ചുമാറൊന്നും അല്ല കേട്ടോ, തള്ളു പറയുന്നതെന്ന് വിചാരിക്കുകയേ വേണ്ട, സത്യമായ കാര്യമാണ്. അതുകൂടാതെ എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടെന്ന സമയത്ത് പോലും ഞാൻ ഒരു ദിവസം പോലും ഞാൻ ദേവീനെ മന്ത്രം ജപിക്കാതെ ഇല്ല. അതായത് അങ്ങനെ എനിക്ക് ഒരിക്കലും ഞാൻ എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല, എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി തന്നത്, അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിച്ചില്ല. എനിക്കറിയാം എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ചിലപ്പോൾ ദേവി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം മേ ബി എപ്പോഴും ഒരു സമാധാനം ഫീൽ ചെയ്യും. ലൈക്ക് എല്ലാം ശരിയാവും എന്ന് ആരോ നമ്മുടെ ഉള്ളിൽ പറയണ പോലെ ഒരു ഫീലുണ്ട്. ശരിക്കും ദേവിയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൂടായ്മൊന്നുമല്ല. അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള കാര്യം. അതാണ് ഞാൻ പറയാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിൻ്റെ ചാനലൊക്കെ തുടങ്ങണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കറിയില്ല.
ഇപ്പോഴും ഞാൻ ഈ ഒരു കാര്യം ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഐ മീൻ ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരോടും ഷെയറൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് തുടങ്ങി. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് പോലും ഞാൻ ഓരോ ഡൗട്ട്സ് ചോദിക്കും, ഓരോ സ്റ്റേജ് യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്ന അവർക്ക് മനസ്സിലാവുമായിരിക്കും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് പോലും ആരും പറഞ്ഞു തന്നില്ല. പക്ഷെ ഗ്രാജ്വലി എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ ആ സെറ്റിങ്സൊക്കെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ, അതൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു മോണറ്റൈസേഷൻ എന്നുള്ള സംഭവത്തിലേക്ക് എത്തുക ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തടത്തു നിന്ന് എന്തൊക്കെയോ മനസ്സിലാക്കി എനിക്കാരോ പറഞ്ഞു തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഈ ഒരു ചാനൽ അങ്ങനെ വളർന്നതാണ്. അതായത് ഞാൻ ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരു എന്താ പറയുക, എന്തൊക്കെയോ തോന്നിയിട്ട് ഞാൻ ചെയ്യുന്ന അങ്ങനെയല്ല. എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് എങ്ങനെയാണെന്ന് 10 പേരോട് പറയണം, അവർക്കും അങ്ങനെ കിട്ടിക്കോട്ടെ, നന്നായിക്കോട്ടെ. എപ്പോഴും ഞാനൊരു സെൽഫിഷ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. ഞാൻ ഒരിക്കലും ഒരാൾ, അതായത് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, കാര്യം നമ്മളെ കാര്യങ്ങൾ ദേവി അത് നടത്തിത്തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ നമ്മളെപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്തത് കൊണ്ട് കാര്യമുള്ളൂ. എല്ലാവരും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ, അല്ല വേറൊരു ഉദ്ദേശവുമില്ല. പിന്നെ നമുക്ക് ഈ ചാനൽ എങ്ങനെ വിജയിക്കുമോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എല്ലാം ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്തതാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ മെയിനായിട്ട് കാര്യം, ഇങ്ങനെ ഒരുപാട് പേര് നല്ല രീതിയിലുള്ള റെസ്പോൺസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ദേവിയുടെ മന്ത്രം, ഒരു അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രം ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ആ ഒരു മന്ത്രം നിങ്ങൾ കറക്റ്റ് 21 തവണ ജപിക്കുക കേട്ടോ. കുട്ടികളുടെ ഉയർച്ചയ്ക്കും തൊഴിൽ ലഭ്യതയ്ക്കൊക്കെ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ്. അപ്പോൾ ഞാനത് ഏതാന്ന് പറയാം, ജപിക്കുക കേട്ടോ. ഓം വാരാഹി നമഃ, 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 ഓം വാരാഹി നമഃ,
ॐ वाराही नमः। 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 ॐ वाराही नमः।